ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുരിങ്ങയിലയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മുട്ട വെച്ചിട്ട് തോരൻ വെക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടായതാണ്. ഇതിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. ചൂടോടെ നല്ല ടേസ്റ്റാണ്, പിന്നെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കൊമ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊമ്പ് വെട്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചപ്പോഴാണ് അത് ഉണക്കി സൂക്ഷിക്കാമെന്ന് ഒരു ഐഡിയ വന്നത്. അങ്ങനെ എയർ ഫ്രയറിലിട്ടിട്ടാണ് ഉണക്കുന്നത്. വെയിലിൽ വെക്കുന്നതിനെക്കാട്ടിലും ഇലയ്ക്ക് നല്ല പുതുമയോടെ നമുക്ക് കിട്ടും, ആ നിറമൊന്നും പോവാണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഓരോ ട്രിപ്പായിട്ട് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പൊടിഞ്ഞ് കയ്യിൽ ആക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഒരു രീതിയിൽ 2-3 ട്രിപ്പായിട്ടിട്ട് വളരെ പെട്ടെന്ന് ഉണക്കിയെടുത്ത് പൊടിച്ച പൊടിയാണ്. കണ്ടോ എന്തൊരു നിറമാണ്, ആ നിറം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പൊടി നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് കറികളിലും ജ്യൂസുകളിലും മുട്ട വറുക്കുമ്പോഴും ഉപ്പേരി എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാം. അയൺ, കാൽസ്യം, വൈറ്റമിൻ, പൊട്ടാസ്യം, പ്രോട്ടീൻ എല്ലാം ഉള്ള ഒരു പൊടിയാണിത്. പ്രതിരോധ ശക്തി കൂട്ടും. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയൊക്കെ ധാരാളം ഉണ്ട്. നമുക്ക് വളർച്ച തടയാനായിട്ട് ഇത് നല്ലതാണ്. BP, ഷുഗർ എല്ലാത്തിനും നല്ലതാണ്. നാരുകൾ കൂടുതലുള്ളതിനാൽ ചർമ്മത്തിന് നല്ലതാണ്. ചർമ്മം നല്ല വെട്ടിത്തിളങ്ങും. പിന്നെ നമുക്ക് രസത്തിൽ, സാമ്പാറിൽ എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ. കുറേശ്ശെയായിട്ട് ഉപയോഗിക്കാം. നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് തലമുടിയിൽ തേക്കാനും നല്ലതാണ്. തൈരൊക്കെ ചേർത്തിട്ട് ഈ പൊടിയും ചേർത്ത് തലമുടിയിൽ തേക്കുകയാണെങ്കിൽ തലയ്ക്ക് നല്ലതാണ്. മുഖസൗന്ദര്യത്തിന് നല്ലതാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങയില ധാരാളം ഉള്ളപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് നാൾ കേടുകൂടാതെ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.